ഇന്ന് പ്രിയപ്പെട്ടവർ ഒരു യാത്രക്കിടയിൽ ഇതാ ഒരു ഉമ്മത നടന്നു പോണ്. ഇവരങ്ങനെ കണ്ടപ്പോൾ ഇവരെ കയ്യിലൊരു സഞ്ചി ഉണ്ടിട്ട് സഞ്ചിയും തൂക്കി പിടിച്ചും കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എന്താണ് സഞ്ചിയിൽ എന്നുള്ളത് ഞാനൊന്ന് ചോദിച്ചു നോക്കിയതാണ്. അപ്പോൾ ഈ സഞ്ചിയിൽ ഈ ഉമ്മ ഒരാളെ മുന്നിലും കൈ നീട്ടാതെ അച്ചാറും ചായപ്പൊടിയും വിൽക്കുകയാണ്. വിൽക്കാൻ കാരണമുണ്ട്. ഈ ഒരു റമളാൻ മാസത്തിലും ഇത്രയും കഷ്ടപ്പെട്ട് ഓടുന്നത് ഉപ്പാക്ക് ഇവരെ ഭർത്താവിന് ഒരു വലിയൊരു രോഗം ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ മാസത്തിൽ അല്ലെങ്കിൽ ആഴ്ചക്ക് തന്നെ ഭീമമായ തുക ഇവർക്ക് വേണമെന്നുള്ളതാണ് ഞാൻ അറിയാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ദയനീയമായ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് നിങ്ങളിലേക്കൊന്ന് എത്തിക്കണം എന്ന് തോന്നി. എന്താ പറയുക, ഈ ഒരു സമയത്ത് ഇപ്പം നമുക്ക് റമളാൻ മാസമാണ്. ഇപ്പം എല്ലാവരും നോമ്പിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ വീട്ടിലിരിക്കുന്നിടത്ത് നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് ഈ പൊരിവയിലും കൊണ്ട് ഇതാ എന്താ ഇപ്പോൾ ഇത് ഒരാളെ മുന്നിൽ നിങ്ങൾ കൈ ഇട്ടാതെ ഇതണ്ട അച്ചാറും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ നിങ്ങളെ ഭർത്താവിന് എന്തൊക്കെയാണ് അസുഖങ്ങളുള്ളത്? ഇപ്പോൾ ഒരു 14 വർഷം മുന്നേ കിഡ്നി മാറ്റി വെച്ചായിരുന്നു. അതിൻ്റെ മരുന്ന് കുടിച്ചതിൻ്റെ ഭാഗമായിട്ടാണെന്നാ പറയണത്. ലിവറിന് പൊട്ടാണ്. ലിവറിന് പൊട്ടിയിട്ട് ചോര വയറ്റുന്ന് പോകുക അങ്ങനത്തെ. അതിനിപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ അത് നിന്നിട്ടുണ്ട്. എന്നാലും ആ ലിവറിൻ്റെ പ്രശ്നം കൊണ്ട് ഡയാലിസിസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര വയറുവേദനയാണ് ലിവറിൻ്റെ പ്രശ്നം കൊണ്ട്. പിന്നെ ലെൻസിൻ്റെ ഉള്ളിൽ മുഴയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശ്വാസം കിട്ടാതാവുക, അത് പിന്നെ ഈ കിഡ്നി പോയിക്കാണ്ട് ഡയാലിസിസ്, അങ്ങനെ നമ്മളെ ശരീരത്തിലുള്ള 3 അവയവങ്ങളും കേട് വന്നിട്ട് അതിനുള്ള ചികിത്സയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പം നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഈത്തപ്പഴം, നാരങ്ങി, മാങ്ങി, ഈത്തപ്പഴം മാങ്ങയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള അച്ചാറാ? മിക്സ് ചെയ്തിട്ടുള്ള ഈത്തപ്പഴം മാങ്ങയും മിക്സ് ചെയ്തിട്ടുള്ള അച്ചാറ്, പിന്നെ ഈത്തപ്പഴം നാരങ്ങി മിക്സ് ചെയ്തിട്ടുള്ള ഈത്തപ്പഴം നാരങ്ങ മിക്സ് ചെയ്തിട്ടുള്ള അച്ചാർ. അത് കഴിഞ്ഞിട്ട് പിന്നെ മാങ്ങച്ചാറ്, പിന്നെ നാരങ്ങച്ചാർ, പിന്നെ ഈ ചായപ്പൊടി. അങ്ങനെ 5 ഐറ്റാണ് നമ്മൾ സ്കൂളുകളിലും എക്സാമുകളിലും കൊടുക്കുന്നത്. ഇപ്പൊ ഇപ്പത്തെ സാഹചര്യം എന്താ വെച്ചാൽ ഈ നോമ്പായതോടുകൂടി മെക്സവൻ നിന്ന്. മെക്സവൻ ഇല്ല ഇപ്പോൾ. എന്താ വെച്ചാൽ ഉണ്ട്, പക്ഷെ അവിടെ ആളുകൾ വരവ് കുറവാണ്. പിന്നെ സ്കൂളുകൾ എക്സാമും പരീക്ഷയൊക്കെ ആയതുകൊണ്ട് കുറവാണ്. ചില ദിവസങ്ങളിലേ പറ്റുള്ളൂ. പറ്റുന്ന സമയത്ത് നമ്മൾ ചെന്ന് കയറിയിട്ടും പറ്റുള്ളൂ. അതുകൊണ്ട് ഒന്നും നടക്കാത്തൊരവസ്ഥ നോമ്പായതുകൊണ്ട്. പിന്നെ നമ്മളെ നോമ്പാണ് വെച്ചിട്ട് നമ്മളെ കാര്യങ്ങൾ നിർത്താനും പറ്റാത്തൊരവസ്ഥ. ഇവിടെ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, പിന്നെ എങ്ങനെയാണോ അവരെ കൊണ്ട് കഴിയണത് ആ നിലയ്ക്ക് എന്നെ സഹായിക്കുക. പിന്നെ ഈ സാധനം വാങ്ങിയിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലാതെ എങ്ങനെയാണോ അവരെ കൊണ്ട് എന്നെ ഷെയർ ചെയ്തിട്ട് ആളുകളെ അടിയിലേക്ക് എത്തിച്ചിട്ടോ എങ്ങനെയാണോ അവർക്ക് എന്നെ സഹായിക്കാൻ പറ്റുക അങ്ങനെ എന്നെ സഹായിച്ചുകൊണ്ട് ഈ ചികിത്സ ഒന്നും മുന്നോട്ട് ഒരാളെ മുന്നിൽ കൈനീട്ടി പോവാത്തൊരു കോലത്തിൽ പോകണം എന്നാണ് എൻ്റെ ഒരു മനസ്സിലുള്ളൊരാഗ്രഹം. ഈ മാസം നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ പുണ്യം എന്താ വെച്ചാൽ ഇതൊക്കെ ഒന്ന് വാങ്ങി സഹായിക്കുക. വേറെ ഒന്നും എനിക്ക് പറയാനില്ല മനസ്സുകളോട് കേട്ടോ. നിങ്ങൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്ത് പോയതിൻ്റെ ശേഷം എന്താ വെച്ചാൽ നമുക്ക് കുറേ ഒരു വലിയൊരു ആശ്വാസമാണ് എനിക്ക് കിട്ടിയിരുന്നത്. നമ്മളെ വീഡിയോ ചെയ്തിട്ട് നല്ലൊരു കുറേ പേര് വിളിക്കുന്നൊക്കെ ഉണ്ടാവും. ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട്. നമ്മളും തന്നെ മനുഷ്യത്തുള്ളതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ആ അവസ്ഥ കണ്ടതുകൊണ്ട് ഇപ്പോഴും തന്നെ ഇതിപ്പോൾ നിങ്ങളെ കണ്ടതുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹമാണ്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ, ചികിത്സയ്ക്കാണ്. പിന്നെ കൈ നീട്ടാൻ അല്ലാതെ നിങ്ങളിപ്പോൾ ഇത് വിറ്റിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ വെച്ചാൽ ഭക്ഷണം ഒരു നേരം നമുക്ക് തിന്നില്ലെങ്കിൽ നമ്മൾ ആരും അറിയില്ല. നേരെ മറിച്ച് ഒരു നേരത്തെ ചികിത്സ. ഇപ്പം നമ്മൾ നാളെ ഇപ്പോൾ ഡയാലിസാണ്, കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമുക്ക് ആ ഡയാലിസിസ് നമുക്ക് എന്തായാലും നിർത്താൻ പറ്റൂല. അത് പോയേ പറ്റുള്ളൂ. അതിന് നമ്മൾ പൈസ കണ്ടെത്തിയേ പറ്റുള്ളൂ. ജീവൻ നിലനിർത്താൻ വെച്ചാൽ ഇനിയിപ്പോൾ ഒരു മനുഷ്യന് കിഡ്നി മാറ്റിക്കുക എന്നുള്ളത് ഇവരെ സംബന്ധിച്ച് ഒരു ഇതല്ല. കാരണം വെച്ചാൽ മറ്റുള്ള അവയവങ്ങളൊക്കെ ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ ഒരു മനുഷ്യനെ ജീവൻ ഇനി അവസാനം വരെ നിലനിർത്തണമെങ്കിൽ ഇതേ മാർഗുള്ളൂ. അപ്പോൾ അത് നമുക്ക് എവിടെയും കിട്ടുള്ളൂ. നമ്മളിതിന് ഈ ഡയാലിസിസ് മാത്രം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ബാധിച്ചൊരു ചിലവാണ്. ഇപ്പോൾ ഉമ്മാൻ്റെ നമ്പർ, അതായത് ഗൂഗിൾ പേ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. പറ്റുന്നവർ സഹായിക്കുക എല്ലാം കൊണ്ട് കേട്ടോ. വാങ്ങിയിട്ട് പ്രത്യേകം നിങ്ങൾ സഹായിക്കണം, അതാണ് എനിക്ക് പറയാനുള്ളത്. ഭർത്താവ് ഇങ്ങനെ സുഖമില്ലാത്ത കിഡ്നി പേഷ്യൻ്റാണ്. അവരിങ്ങനെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാതെ ബിസിനസ് എൻ്റെ ഭർത്താവിനെ നോക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണം. എന്നുവെച്ചാൽ അല്ലാതെ കൈ നീട്ടി സഹായിക്കല്ല, എൻ്റെ പ്രൊഡക്റ്റ് വിറ്റുകൊണ്ട് കെമിക്കലൊന്നും ഇല്ലാതെ വീട്ടിലുണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് അച്ചാർ. 2-3 തരം അച്ചാറുണ്ട്. മാങ്ങച്ചാറും പിന്നെ നാരങ്ങയും ഈത്തപ്പഴം കൂട്ടിയ അച്ചാറും ഒക്കെ നല്ല അച്ചാറാണ്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അതേമാതിരി ചായപ്പൊടി, അതും ഏറ്റവും നല്ല ഇതാണ്. നല്ല ടേസ്റ്റ്, നല്ലൊരു ചായ കുടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു എനർജിക്കായിട്ട് നമുക്ക് തോന്നും. ഒരാളെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് ഒരാളുടെ കടമയാണ്. അത് ഏത് രീതിയിലായാലും, അത് തൻ്റെ കുടുംബത്തിൻ്റേതായാലും പുറത്ത് ആരായാലും. അപ്പോൾ ഒരു സെയിലാണ് ഉദ്ദേശം മാത്രമല്ല, ഒരു രോഗിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പിന്നിലുണ്ട്.
അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഞാൻ എന്നോട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ഈ രൂപത്തിൽ സെയിൽ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. ചെറിയൊരു ലാഭം മാത്രമേ ഇതിലുള്ളൂ. നമുക്കറിയാം സാധനങ്ങളുടെ വിലയൊക്കെ. സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുക. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ ശരിക്കും വീട്ടിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇരിക്കുന്ന ആളുകളാണ്. പക്ഷേ ഉമ്മാനെ സംബന്ധിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വീട്ടിലെ അവസ്ഥയൊക്കെ വളരെ 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 ദയനീയമാണ് കേട്ടോ. സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക. വർഷങ്ങളായിട്ട് ലക്ഷക്കണക്കിന് രൂപ ഇവർ ചികിത്സിച്ചിട്ടുള്ളതാണ്. ആകെ ഒരു വീട് മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും ഇല്ല. ചികിത്സയ്ക്ക് വേണ്ടി ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് തിരിച്ചറിവോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് ഒപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ വാങ്ങുക, സഹായിക്കുക. ഈ പുണ്യമാസത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മയാണെന്നുള്ളത് ഞാനൊന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ കേട്ടോ. അപ്പം നമുക്ക് ഒരുമിച്ച് ചേർത്ത് പിടിക്കുക. എന്നെക്കൊണ്ട് പറ്റും പോലെ ഞാൻ വാങ്ങും ചെയ്യുക, മാത്രമല്ല ഷെയർ ചെയ്തിട്ട് എല്ലാവരിലേക്ക് എത്തിക്കാനുള്ള ഒരു പണി ഞാനും നോക്കാം കേട്ടോ.